കേരളം അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനിലോട്ട് പോവാണ്. അതായത് 2026 നിയമസഭാ ഇലക്ഷനിലോട്ട്. നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഒരു തുടർഭരണം കിട്ടിയ ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാണ്. അത് നമ്മള് ഓരോ ദിവസവും നോക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളാ. കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വിസ്മയങ്ങളുടെ ഒപ്പം മറ്റു കുറേ സാഹചര്യങ്ങളും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സഹിതം മാഗസിൻ നമ്മുടെ ഈ ഒരു മാസിക അതിനെ അല്ലെങ്കിൽ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ ആ, കൂടിച്ചേരലുകളെയും അകൽച്ചകളെയും ഒക്കെ നമ്മൾ എങ്ങനെയാ കാണുന്നത് ഈ ഒരു ഇലക്ഷൻ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, മുമ്പേ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ തുടർഭരണം എന്ന് പറയുന്നത്. അപ്പം ഒരു ഗവൺമെന്റ് വീണ്ടും ഭരണത്തിലെത്തുന്നു, ഈ 5-5 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തെറ്റിച്ച് ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലെത്തുന്നു, അവരുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. അത് മുൻപുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിലെത്തുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി. സ്വാഭാവികമായ ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും ഭരണവിരുദ്ധമായിട്ടാണ്. എപ്പോഴും അങ്ങനെ ഒരു പ്രതിപക്ഷ സ്വഭാവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് കേരളത്തിന്റെ സ്വാഭാവികമായ ഒരു ഇടതുപക്ഷ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തെ എന്റർടൈൻ ചെയ്യുന്ന, താലോലിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും കേരളത്തിലെ സമൂഹത്തിന്. അവിടെയാണ് ഒരു ഗവൺമെന്റ് മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി അധികാരത്തിലെത്തുന്നു, അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു, അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. വീണ്ടും ഇവിടെ ഒരു തുടർഭരണം എന്നുള്ള നിലയ്ക്ക് തന്നെ സംസാരിച്ച് നമുക്ക് കൃത്യമായ അപ്രമാദിത്വം ആർക്കും കൽപ്പിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് മുമ്പിലേക്ക് വരുന്നത്. അതിപ്പോൾ ഏത് ഇലക്ഷൻ ആയാലും നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള അവസാനത്തെ എക്സാമ്പിൾ, പൊതുവേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായി LDFന് അനുകൂലമായി സാധാരണ വിധികൾ ഉണ്ടാകാറുണ്ട്. വളരെ ചെറിയ ചെറിയ ഘട്ടങ്ങളിൽ മാത്രമാണ് UDFനൊരു വലിയ മുന്നേറ്റമാണ്. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് കണ്ടു. കോർപ്പറേഷനുകളിലായാലും മുനിസിപ്പാലിറ്റികളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് ആ റേഷ്യോയിൽ ചെറിയൊരു വ്യത്യാസം വന്നത്. ബാക്കി എല്ലായിടത്തും കൃത്യമായിട്ടുള്ളൊരു മുന്നേറ്റം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും, കേരളത്തിന്റെ ജൈവികമായ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് ഒരു മാറ്റവും കാണുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മുൻപെങ്ങും ഇല്ലാത്ത വിധം ഉണ്ടായിട്ടുള്ള കുറച്ച് കോലാഹലങ്ങളെ കുറിച്ചാണ് ഒരു പ്രശ്നമുണ്ട്. അത് കുറച്ചൊക്കെ മതാത്മകമായി പോകുന്നു നമ്മുടെ വീക്ഷണങ്ങളെന്നോ നമ്മുടെ നമ്മുടെ പ്രസ്താവനകളെന്നോ നോക്കുക. പലതരത്തിലുള്ള ധ്രുവീകരണങ്ങളിലൂടെ നമുക്ക് വോട്ട് കളക്ട് ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതകളെ താലോലിച്ച്, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അതിനെ താലോലിച്ചാൽ നമുക്കൊരു അധികാര നേട്ടത്തിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിപ്പെടുന്നുണ്ടോ എന്ന് പറയുന്ന സംശയം വളരെ പ്രബലമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. രണ്ട് സാമുദായിക നേതാക്കൾ ഒന്നിക്കുന്നു, അവർ വീണ്ടും ഒന്നിക്കുന്നില്ലെന്ന് പറയുന്നു. പുതിയ മുന്നണികൾ രംഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പാർട്ടി മാറുന്നു, മുന്നണിയിലേക്ക് മാറുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് വരുന്നു. മാറുന്നില്ലെന്ന് ഒരു കൂട്ടർ പറയുന്നു, മാറണമെന്നൊരു കൂട്ടർ പറയുന്നു, മാറണ്ടെടുത്ത തീരുമാനത്തെ ജില്ലാ കമ്മിറ്റികൾ എതിർക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇനി അതിന്റെ ആനന്ദവും കൗതുകവും വരുന്ന ദിവസങ്ങളിൽ കൂടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും വിസ്മയങ്ങൾ, ഈ പറഞ്ഞ VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഇവിടെ ഒരു വശത്ത് ഇന്നലെ ഇപ്പൊ പ്രധാനപ്പെട്ട വാർത്ത ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശശി തരൂർ LDF പാളയത്തിലേക്ക് പോകുന്നു. അതിനെ പുള്ളി തന്നെ റദ്ദ് ചെയ്ത് കളയുന്നു. നടേശൻ സഖ്യം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഇതിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടുന്നു. അപ്പം ഏത് സൈഡിലാണ് പ്രീണനം നടക്കുന്നത് നമുക്ക് വ്യക്തമാകുന്നില്ല. അതാണ് ആരാണ് ഇവരെയൊക്കെ എന്റർടൈൻ ചെയ്യുന്നത് നമുക്ക് വ്യക്തമാകുന്നില്ല. പക്ഷേ ഒരു ഗുരുതരമായ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ മതാത്മകമായിട്ട് മാത്രം ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, കേരളത്തിന്റെ സമൂഹം ഏതെങ്കിലും വിധത്തിലുള്ള വർഗീയ കാഴ്ചപ്പാടുകളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല ഇപ്പോഴും. അത് ശരിയാണ്. നമുക്ക് ഒരുപക്ഷെ വേറെ സ്റ്റേറ്റുകളിലൊക്കെ ചിലപ്പോൾ അത് സാധ്യമായേക്കാം. പക്ഷെ ഇത്തരം ഒരു സമുദായം നമ്മളെ പിന്തുണച്ചാൽ, അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മളെ പിന്തുണച്ചാൽ, അതുവഴി നമുക്ക് വലിയൊരു വോട്ട് ബാങ്കിൽ റെഡിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ആളുകൾ, ഇവിടെ ജീവിക്കുന്ന ആളുകൾ 90% മതവിശ്വാസികളാണെന്നിരിക്കുകയും അതിൽ ഒരു 60% ആളുകളും മതേതരവാദി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അവരുടെ വർഗീയതയോ ആനന്ദിപ്പിക്കുന്ന എന്തെങ്കിലും പ്രസ്താവനകൾ കൊണ്ട് ഗുണമുണ്ടാകില്ല. പരമപ്രധാനം. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഭൂരിപക്ഷ വർഗീയതയാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വർഗീയത എന്ന് ഞാൻ പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഭരിക്കുന്ന പാർട്ടി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്നാ അതിനെ ആണ് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ആ സമൂഹത്തിലുള്ള മതേതരവാദികളുടെ ഇടയിൽ അത് വലിയ ആശങ്ക ഉണ്ടാക്കും. ഇപ്പൊ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനൊരു പ്രസ്ഥാനം പറയുകയാണ്. പ്രസ്ഥാനം പറയുന്ന സമയത്ത് ആ വിഭാഗത്തിലെ മതേതരവാദികൾ സ്വാഭാവികമായി അവർക്കൊരു ആശങ്ക ഉണ്ടാക്കി അതനുസരിച്ചുള്ള റിഫ്ലക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. മതവിശ്വാസിയാണെന്നതുകൊണ്ട് ഇയാൾ മതേതരത്തിനെ എതിർക്കുന്ന ആളാകണമെന്നില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും വർക്ക് ആകുന്നത് എന്നുള്ളൊരു കൗതുകം എനിക്ക് ഈ ഇലക്ഷനിലുണ്ട്. പറഞ്ഞോ. അപ്പൊ എന്റെ ഉള്ളിൽ വന്നൊരു ചോദ്യമാണ്, നമ്മളിപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു UDFന്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. പക്ഷെ അവിടെ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടൊരു കാര്യം മറ്റന്നൂർ പോലുള്ള പഞ്ചായത്തുകളിലെ UDF ആണ് എന്നുള്ളത് കൊണ്ട് എലക്ട് ചെയ്ത് വിട്ട മൊത്തത്തിൽ അപ്പുറത്തേക്ക് BJPയിലേക്ക് പോകുന്നു ഇലക്ഷൻ വിജയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ BJP കൂടുതലായി പിന്തുണ നമ്മൾ ഒരിടത്തല്ല 1-2 സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ആളുകളുടെ ഒരു ആശങ്ക ഉണ്ടാക്കാൻ സാധ്യതയില്ലായിരുന്നു. അല്ല, ആശങ്കകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. പിന്നെ ആ വിഷയത്തെ ഞാൻ കാണുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ആശങ്ക സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഇലക്ഷൻ ആളുകൾ ഈ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നതുകൊണ്ട് എന്താ അതേ പാറ്റേൺ തന്നെ തുടരണമെന്നില്ല. ഇനി മാസങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ സംഭവവാസങ്ങൾ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനെ ബാധിക്കും. പക്ഷേ അതിനും ഉദാഹരണം ഞാൻ പറയും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്താൽ മതി. ഇപ്പോൾ LDFന് വലിയ അപ്രമാദിത്യം കിട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും ഉണ്ടാകുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നടന്നൊരു പാറ്റേൺ. അവിടെ 19 സീറ്റിലും 18 സീറ്റിലും UDFനെ ജയിപ്പിച്ചു വിടുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു തരം രാഷ്ട്രീയ പ്രബുദ്ധത ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെടാറുണ്ട്. കാരണം പാർലമെന്ററി അല്ലെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് കോൺഗ്രസിനാണ് എന്നൊരു ബോധ്യം ഇവർക്കുള്ളത് കൊണ്ട് അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടോ അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകേണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയം വരുന്നു. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ അങ്ങനെ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ നമുക്കുണ്ട് പാർലമെന്റ് ഇലക്ഷനുകളിൽ. അപ്പം അത്തരം ഓരോ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡ് ഇതാണ്. അതുകൊണ്ട് തന്നെ UDFന് ആത്മവിശ്വാസം കിട്ടില്ല. പാർലമെന്റ് 19 സീറ്റ് നമുക്ക് കിട്ടി എന്നാ അവർ പറയുന്നത്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. പാറ്റേൺ അത്. അപ്പൊ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ പ്രാദേശികമായ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ആ മണ്ഡലത്തിലെ MLAയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിഷയങ്ങളുണ്ടാവും. അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടാണ് ഒരു വോട്ടർ തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. കേഡർ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വോട്ടുകളാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ നിർത്തിക്കൊണ്ടായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പം ആശങ്കകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആശങ്കകളെ മറികടക്കണം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും പറയുന്ന ഇപ്പം പ്രവീൺ പറഞ്ഞു പോകുന്ന ഒരു ധ്രുവീകരണമാണ് പല തലങ്ങളിലുള്ള. നമുക്ക് അതിനെ മാറ്റിവെച്ച മറ്റെന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് ശരിക്കും അല്ലെ ഇപ്പം വികസനങ്ങളുടെ കാര്യങ്ങളിലേക്ക് എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇപ്പം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അങ്ങനെ ഒരു കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തിപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ ആളുകൾ പോലും സംസാരിക്കുമ്പോഴും മതം എന്നുള്ളൊരു ഐഡിയയിലേക്ക് അത് പിന്നെയും ചുരുങ്ങി പോകാനുള്ള ഒരു കാര്യം. അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് കണക്കൂട്ടുന്നത് ഇവരുടെ ഒരു അപക്വതയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുന്നതിൽ വലിയ പ്രശ്നം ഈ മതം എന്ന് പറയുന്നത് വളരെ നൈസർഗികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രക്രിയയാണല്ലോ. നിങ്ങൾക്ക് ഒരാളെ മതേതരവാദിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഒരാളെ വർഗീയവാദിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്ന് പറയും. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരാളുടെ മതവികാരത്തെ ഉണർത്താനും അതുവഴി അയാളെ അക്രമോത്സുകനാക്കാനും സാധിക്കും. പക്ഷെ ഇവിടെ ഒരു മതേതരവാദിയുടെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയുടെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല. എല്ലാം മതങ്ങളുടെ പേരിൽ ഇത്തരം മതമോ അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പൊ മതം എന്ന് പറയുന്നത് ആശയ സഞ്ചയമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ധ്രുവീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഏത് നാട്ടിലായാലും ലോകത്തെവിടെയായാലും. അപ്പം അതിനെ എന്റർടൈൻ ചെയ്താൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞൊരു തോന്നലായിരിക്കാം ഇവരെ ഒരു വിഭാഗത്തിൽ ഒരു ഭയം സൃഷ്ടിക്കുക, ഒരു വിഭാഗത്തെ അനുകൂലിക്കുക, മറ്റൊരു കൂട്ടം വേറൊരു വിഭാഗത്തെ അനുകൂലിക്കുക, മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് വരുന്നപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ LDF അനുകൂലമായിട്ട് നിയമസഭയിലുണ്ടായ ഒരു മൂവ്മെന്റിന് പല രാഷ്ട്രീയ നിരീക്ഷകരും നടത്തിയൊരു ഇത് എന്ന് പറയുന്നത് പരമ്പരാഗതമായി UDFനൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ LDFലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഉള്ളത് കൊണ്ട് തന്നെ ആ ഭൂരിപക്ഷ ഇതിനെ എതിർക്കുന്നതിന് CPM ആണ് കേരളത്തിൽ കുറച്ചുകൂടെ പര്യാപ്തം എന്നൊരു തോന്നൽ, ഒരു പൊതുധാരണ ആളുകൾക്ക് ഉണ്ടാവുകയും ആ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പക്ഷേ ഇത് പരമ്പരാഗതമായി UDFന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളാണ്. അത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം UDFനുണ്ട്.
അതിന് വേണ്ട വർക്കുകൾ അവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു LDF എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് കയ്യിൽ നിന്ന് പോകാം എന്നതിനെ പറ്റിയൊക്കെ അവർക്ക് ധാരണ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അവരപ്പോൾ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്യുന്നൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ വേറൊരു വിഭാഗത്തെ അവർ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ പറയാം, അതിലേക്ക് വരാം. അങ്ങനെ ശ്രമിക്കുന്നുണ്ടാവാം, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും അതിനൊക്കെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. 10 വർഷത്തെ ഭരണമുള്ള ഒരു ഗവൺമെന്റാണ്. ദീർഘകാലം ഭരിക്കാനായിട്ട് ഗവൺമെന്റ് ജനങ്ങൾ അവസരം കൊടുത്ത ഒരു ഗവൺമെന്റാണ്. ഇവിടെ ഈ 10 വർഷത്തെ ഭരണത്തിന്റെ മെറിറ്റ് എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും പോകുന്നുണ്ട് ചെറുത്. പക്ഷെ ജനങ്ങൾ ആ കാര്യത്തിലും കുറച്ചുകൂടെ പ്രബുദ്ധരാണ്. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റ്, എല്ലാ ബഡ്ജറ്റുകളും ഭരണാവസാനം ജനപ്രിയ ബഡ്ജറ്റുകളായിരിക്കും. ജനപ്രിയമായ കുറെ തീരുമാനങ്ങൾ എടുത്തു വെക്കുന്ന ബഡ്ജറ്റുകളായിരിക്കും. ഇനിയും ചിലപ്പോൾ പെൻഷൻ തുകയോ മറ്റോ കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി ആ ഗിമ്മിക്ക് നടക്കില്ല എന്നതിന്റെ തെളിവായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം ഇലക്ഷൻ 2 ദിവസം മുമ്പ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അതിന് വിപരീതമായിട്ടുള്ള ഒരു തരം വിധി ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി വെക്കാം. അപ്പം എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് 10 വർഷത്തെ ഭരണത്തിൽ LDF പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് എന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. കാരണം എന്തെങ്കിലും പദ്ധതികളാണോ, അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാന സൗകര്യ വികസനമാണോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ മെച്ചപ്പെടലാണോ, വിദ്യാഭ്യാസമാണോ, എന്താണ് LDF പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇവൻ UDF ഭാഗത്തു നിന്നാണെങ്കിൽ എന്താണ് അവരുടെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം LDF കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ഒരു വലിയ പ്രോജക്റ്റ് എടുത്ത് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പരിമിതിയായിട്ട് പലപ്പോഴും വിലയിരുത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇതാണ് ഞങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി. ഇപ്പം ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ പല പദ്ധതികളാണ് വർഷങ്ങളുടെ ഗവൺമെന്റുകളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായിട്ടുള്ള പല UDF-ന്റെ ആണെങ്കിലും LDF-ന്റെ ആണെങ്കിലും പല ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ അതിന്റെ നാൾവഴികളിലൂടെ നടന്നുപോയ പദ്ധതികളാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് 10 വർഷം എന്ന് പറഞ്ഞൊരു ദീർഘകാലയളവാണ്. ഞാൻ ചോദിച്ചത്, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല ഗവൺമെന്റിനും ആ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും പല പദ്ധതികളും ഇന്നിവിടെ യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, അത് നടക്കണം, നല്ല കാര്യമല്ല അതൊക്കെ. പക്ഷെ ഇതാണ് ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഈ 10 വർഷം കൊണ്ട് വിഭാവനം ചെയ്ത് ഞങ്ങൾ ഇതൊരു പദ്ധതി നടപ്പാക്കി എന്ന് പറയാനൊരു അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടോ എന്നുള്ള പ്രശ്നമാണ്. പിന്നെ അതിനകത്ത് ഈ വകുപ്പുകൾ, ഇപ്പം നമ്മൾ പറയാം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിലെ തന്നെ അടിയന്തരാവസ്ഥയൊക്കെ വിടുക, അത് നമുക്ക് വേറൊരു ചർച്ച വെക്കാം. ആ കാലത്തിനപ്പുറത്തേക്ക് വകുപ്പ് ഇത്രയധികം പ്രതിക്കൂട്ടിൽ നിന്ന ഒരു കാലയളവ് പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 13 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുദിന സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ അദ്ദേഹം ആവർത്തിച്ച ഡയലോഗ് എന്ന് പറഞ്ഞാൽ പോലീസിന് വീഴ്ച പറ്റിയതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ആ വകുപ്പിന് പോലീസിന്റെ മനോവീര്യം കെടുത്തത്. അന്ന് ഞാൻ എനിക്ക് രോക്ഷം വരും ആ സാധനം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഏത് മനോവീര്യമാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? നമ്മുടെ തലയടിച്ച് വിളിക്കുന്നതിന്റെ മനോവീര്യം. അപ്പം അതൊരു പ്രശ്നമുണ്ട്. ആ വകുപ്പിനെ നമ്മളെടുത്ത് കൈകാര്യം ചെയ്തപ്പോൾ KK ശൈലജയെ പോലെ ഒരാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ്. അതിന് വീണ ജോർജിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിനുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ്. ഒരു പരിധിവരെ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന് തോന്നുന്നില്ല. ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഈ സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായി ഇപ്പോഴാണെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ അത് ഇന്ന് ഞാനിപ്പോ ഒരു കുറിപ്പ് വായിച്ചതേ ഉള്ളൂ. നമ്മുടെ അതൊരു മാധ്യമ സൃഷ്ടിയല്ലേ. ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യന്റ് മരിക്കുമെന്നുണ്ട്, അവിടെ നമ്മൾ എല്ലാ മരണങ്ങൾക്ക് ഉണ്ടാകുമ്പോഴും മന്ത്രിക്ക് ഓടി ചെന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ വേണ്ടി പറ്റില്ല. മന്ത്രിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആദ്യത്തെ കാര്യം റിപ്പോർട്ട് തേടുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടുത്ത് അതിനകത്തൊരു പ്രശ്നം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ മന്ത്രി ഓടി ചെല്ലുക എന്ന് പറയുന്നതിനെ പരാജയമാണ്. കാരണം എന്താ വെച്ചാല് അതായത് നമ്മൾ ഈ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സിസ്റ്റത്തെ നേരെയാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. അതൊന്ന് പിന്നെ നമ്മുടെ സാമ്പത്തിക വിഷയം. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും കുറവ് വിമർശനം നേരിട്ടതും
എന്നാൽ കൂടുതൽ വിമർശനം നേരിടേണ്ടതുമായിട്ടുള്ളൊരു മന്ത്രിയാണ് ബാലഗോപാൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സാമ്പത്തിക സുസ്ഥിരത എത്രത്തോളം ദുർബലമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം. അതിനകത്ത് കേന്ദ്ര ഫണ്ടിന്റെ വലിയൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. പറ്റുന്നത് കേന്ദ്ര ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സാമ്പത്തിക വിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പിന്നെ അനാമത്ത് ചെലവുകളുടെ ഒക്കെ ഒരു വിഷയങ്ങളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് പട്ടികജാതി വികസന വകുപ്പാണ്. SC/ST വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകളുണ്ട്. പക്ഷെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ഒരു പരിധി വരെ. അതാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴും ഇവിടെ ആളുകൾ ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു വലിയ തെളിവാണ്. ഇപ്പം വലിയ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരാളുടെ ഭാഗത്തുനിന്ന് ഇവൻ സംസാരിച്ചിരുന്നല്ലോ ഈ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട വിഷയം. കുട്ടികളുടെ ഗ്രാൻഡ് അവർക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഈ ഗ്രാൻഡിനെ മാത്രമൊക്കെ ആശ്രയിച്ച് പഠിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. അവർക്ക് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇതിന്റെ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുണ്ടാകും, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇത് നടക്കുന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ആ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ച അതിനെതിരെ അവിടെ ഞാൻ പ്രതിപക്ഷത്തെ ഒരു പരിധി വരെ പഠിക്കും. കാരണം വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ആ വിഷയം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അത് ഈ കഴിഞ്ഞ 5 വർഷത്തെ പറ്റി പറയുമ്പോൾ ഞാനും കണ്ട ഒരു കാര്യം, ഇതിപ്പം നമ്മൾ 10 വർഷത്തെ ഭരണം എടുക്കുമ്പോൾ ആദ്യത്തെ 5 വർഷം രമേശ് ചെന്നിത്തല ഇപ്പം കണ്ടതിനും അതിനും ഇതിനും പത്രസമ്മേളനം നടത്തിയിരുന്ന ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഈ കഴിഞ്ഞ 5 വർഷത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും മുരടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും വിമർശിക്കാമായിരുന്ന പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന്റെ തലത്തിനൊത്ത് ഉയർന്നില്ല എന്ന അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി എന്നുള്ളൊരു വിമർശനം. ഇത് രണ്ട് നേതാക്കളുടെ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറയട്ടെ, ഞാൻ വിശദീകരിക്കാം. രമേശ് ചെന്നിത്തല ആദ്യ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ വിഷയങ്ങളെല്ലാം റേസ് ചെയ്ത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇപ്പൊ സ്പ്രിംഗ്ലർ ആയിക്കൊള്ളട്ടെ, സ്വർണ്ണക്കടത്തായിക്കൊള്ളട്ടെ, അങ്ങനെ പല കേസുകളും ഈ പറയില്ല ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്തും രമേശ് ചെന്നിത്തല. ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഓരോ വിഷയങ്ങൾ റേസ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ തെളിവുകൾ സമർപ്പിക്കുന്നു, ഇങ്ങനെ നിരന്തരം ഇടപെടുന്നു. പക്ഷെ VD സതീശനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിനും മാധ്യമങ്ങളുടെ ഇടയ്ക്കുന്നില്ല. പ്രതിപക്ഷമായിട്ട് റേസ് ചെയ്ത പ്രശ്നങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കുറവാണ്. ഇത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അതിനെ പ്രതിപക്ഷം ഫോളോ അപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുന്നു. 5 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഭരണപക്ഷത്തും പോലെ തന്നെ പ്രതിപക്ഷം ഒരു പരിധി വരെ ഒരു പ്രതിപക്ഷമായിരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ അവസാന ലാപ്പിലാണ്. ഈ അവസാന ലാപ്പിൽ VD സതീശൻ എടുത്തിരിക്കുന്ന ഒരു അഗ്രസീവ് ഫോം ഉണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്, കുറെ കള്ളങ്ങൾ പറയുന്നുണ്ട്. കള്ളങ്ങൾ രാവിലെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പൊളിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത്. ഓക്കെ, അത് വേറെ ചർച്ച. ഓക്കെ, പ്രതിപക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അല്ല, പക്ഷെ എനിക്ക് ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത്, നിലവിൽ എടുത്തിരിക്കുന്ന ഒരു ബഹുമാനം എന്ന് പറയുന്നത്, അല്ല ഞാൻ ചോദിച്ചു ആരാണ് അയാളെ എതിർക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. VD സതീശനെ എതിർക്കുന്നത് ആരാണ്? സുകുമാരൻ നായർ എതിർക്കുന്നു. ഇയാൾ NSSനെതിരെ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല VD സതീശൻ. അയാൾ വെള്ളപ്പള്ളിക്കെതിരെയാണ് സംസാരിച്ചത്. അയാൾ SNDPക്കെതിരെ സംസാരിച്ചില്ല. അയാൾ നായർ സമുദായത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ എടുത്തു കളയണമെന്നോ, ഈഴവ സമുദായത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ എടുത്തു കളയണമെന്നോ ഒരു വരി VD സതീശൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള കുറെ പ്രസ്താവനകൾ പ്രശ്നമാണെന്നും അതിനെ താലോലിക്കുന്ന ഒരു തരം ശൈലി ഗവൺമെന്റിന്റെ പ്രമുഖ സ്ഥാനങ്ങൾ. പ്രസ്താവനയിൽ ഒരു പ്രശ്നമില്ല, അയാൾ ഇനിയും വർദ്ധിക്കാതെ പറയട്ടെ. ഞാൻ അത് മറ്റൊരു സമുദായത്തിന്റെ മുന്നിൽ ചെന്നിച്ചിട്ട് നമ്മൾ അവർ ഇനിയും പറയട്ടെ എന്ന് പറയുന്നവർക്ക് പ്രശ്നമില്ലേ? അയാൾ അല്ല, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അത് ഇവിടെ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മതം പറഞ്ഞൊരു വാക്കാണല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടവർക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ, അല്ല ഞാൻ വീണ്ടും ഒരു കോൺട്രവേഴ്ഷ്യൽ പോയിന്റിലേക്ക് ഞാൻ വരിക. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ AK ബാലന്റെ പ്രസ്ഥാനം നമ്മളെല്ലാം കണ്ടാണ്. അതായത് AK ബാലന്റെ പ്രസ്ഥാനം നമ്മൾ കണ്ടാണ്. തങ്ങൾക്ക് വിരുദ്ധമായ രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂനപക്ഷ വർഗീയ സംവിധാനമായിരിക്കും എന്ന് പറയുന്ന സാധനം, ഒരു ഭീതി ഉണ്ടാക്കുന്ന സാധനം അല്ലെ? ഒരു വലിയ കാരണം വേറെ വകുപ്പല്ല, കാരണം ആഭ്യന്തര വകുപ്പാണ്. ലോ ആൻഡ് ഓർഡർ ആണ് പറയുന്നത്. അത് നാട്ടിൽ അഴിഞ്ഞാട്ടം നടക്കും എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. അവിടെ അതേസമയം അദ്ദേഹം റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സാധനം ഈ പറഞ്ഞ വർഗീയ പരാമർശങ്ങളെ തള്ളി പറയുന്നില്ല. അല്ല, അതിനകത്ത് പ്രശ്നമുണ്ട്, അത് ഞാൻ അംഗീകരിക്കാനാണ്. പക്ഷെ അപ്പൊ നമുക്ക് ഒരാളുടെ വർഗീയത ഒരാൾ പറഞ്ഞതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മറ്റൊരാൾ പറഞ്ഞ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പരസ്യ വർഗീയ പ്രസ്ഥാനങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. വർഗീയ പ്രസ്താവനയല്ല,
ആ. മറ്റൊരു സമുദായത്തിന്റെ മുന്നിൽ ചെന്ന് മറ്റേ വർഗീയത പറയട്ടെ എന്നുള്ള തലത്തിൽ പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഒരാളെന്നല്ല ഈ ഒരു പാർട്ടിയാണ് അല്ല, പുള്ളിയുടെ നിലപാടുണ്ടല്ലോ. അതായത് അല്ല, വി ഡി സതീശൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാല് പിണറായി വിജയനും വി ഡി സതീശനും കടന്നുപോകും. ഓർമ്മകൾ മാത്രമായി പോകും. ഒരു ഓർമ്മ പോലും അവശേഷിക്കാത്ത തരത്തിലേക്ക് ചിലപ്പോൾ പോകും. പക്ഷെ ഈ സ്ഥലത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത് നിലനിൽക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം നമുക്ക് എന്റെ ഒരു വിമർശനം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ എല്ലാ രാഷ്ട്രീയം യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ഞാൻ പറയുന്നില്ല, CPM-നും CPI-ക്കും കോൺഗ്രസിനും ഒക്കെ ആണെങ്കിലും എന്താണ് ഒരു ഇടതുപക്ഷ സ്വഭാവം ഉണ്ടല്ലോ. ഇതിനെല്ലാം ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മൾ ഇടത് വലത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇടതുപക്ഷ പാർട്ടികളാണ്, അവര് മധ്യ ഇടതുപക്ഷ പാർട്ടികളെന്ന് വേണം പറയാം. അപ്പം നമ്മുടെ നാട്ടിൽ തീവ്ര ഇടതുപക്ഷം നടക്കത്തുമില്ല. പിന്നെ പക്ഷെ ഉണ്ട്, ഇപ്പൊ ഉണ്ട്. പക്ഷെ തീവ്ര ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധ്യമായിട്ടുള്ള പരിപാടിയില്ല, സാധ്യത ഇപ്പോൾ ഇവിടെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിന്റെ ഒരു മെറിറ്റ് ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ സ്വഭാവത്തിന് ഒരു മെറിറ്റ് ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, 10 വർഷത്തെ ഒരു ഭരണത്തെ വിലയിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം വർഗീയ ഗിമ്മിക്കുകളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഡിസ്കഷൻ ചുരുങ്ങി പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ ഇടതുപക്ഷ സ്വഭാവത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മുടെ മതേതര ജൈവികതയുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി മൊത്തത്തിൽ പറഞ്ഞാല് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന്. അപ്പം ഒരു സൈഡിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന് ഭീകരമായ ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിൽ നടത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ, അത് ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ആവശ്യം ഈ ഒരു നിയമസഭാ ഇലക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ജാഗ്രതകൾ ഉണ്ടാകണം. നമ്മുടെ മുമ്പ് സൂചിപ്പിച്ച നമ്മുടെ ജൈവികത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഡ്രൈവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ഇലക്ഷന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പാർട്ടികളുടെ ഇടപെടൽ, പ്രാദേശികമായിട്ടുള്ള സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യം. ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. UDF-ലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് ഇപ്പോഴും അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചർച്ചകൾ സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. മാറിക്കാം. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഒരു നിലപാടെടുക്കുന്നു, ജോസ് കെ മാണി മറ്റൊരു നിലപാടെടുക്കുന്നു, പാലായെ സംബന്ധിച്ച് മാണി സി കാപ്പന്റെ കടുത്ത നിലപാടുകൾ ഉണ്ടാകുന്നു. അത് ഇപ്പം നമ്മളൊക്കെ മധ്യതാകുമ്പോൾ എന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ LDF-ന് ലഭിച്ച ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിലൊന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ പല മണ്ഡലങ്ങളിലും LDF-ന് കഴിഞ്ഞ ഭരണമില്ലാഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഭരണം കിട്ടിയ തെരഞ്ഞെടുപ്പിലോ സീറ്റുകൾ നഷ്ടപ്പെടുക 4000 വോട്ട് 5000 വോട്ട് മാർജിനുകൾക്കാണ്. അപ്പോൾ ആ 5000 വോട്ട് ഒരു മണ്ഡലത്തിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി അവർക്ക് വേണമായിരുന്നു. അവിടെയാണ് കേരള കോൺഗ്രസ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും പല ഏരിയകളിലും അവർക്ക് ഗുണകരമായിട്ട് ഭാവിച്ചു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ 10 വർഷത്തെ ഒരു ഭരണമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒരു വിരുദ്ധ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ട്രെൻഡ് അതായിരിക്കാം എന്ന് പറയുന്ന ഒരു ധാരണ ആളുകളിലേക്ക് ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ ക്യാമ്പില് ഇപ്പൊ സർവേ പല ചെറിയ ചെറിയ സർവേകളാണെങ്കിൽ പോലും UDF-ന് അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ധാരണയിൽ ഇപ്പൊ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് ഏറ്റവും വലിയൊരു പ്രധാനം. അവിടെയുണ്ട്. കാരണം അവിടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതായത് ഒരു 5 വർഷമോ 10 വർഷമോ ഒന്നും അധികാരമില്ലാതെ കേരള കോൺഗ്രസ് ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനത്തിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരാളാണ്. മന്ത്രിസഭയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാളാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഇറങ്ങിപ്പോരുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവിന് അയാളുടെ ഒരു തെരഞ്ഞെടുപ്പ് നോക്കേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പൊ രാജ്യസഭ MP സ്ഥാനം അവസാനിച്ചാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും പിന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി, മേലുവിലാസം എന്താണെന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക്. അതിൽ നമ്മൾ കേരള കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പണ്ടൊരിക്കൽ പാലായിലായിരുന്നു അതിന്റെ നേതൃസ്ഥാനമെങ്കിൽ ഇന്നൊരു പക്ഷെ ഇത്തിരി അപ്പുറത്തേക്ക് മാറി റോഷി അഗസ്റ്റിലോട്ട് എന്നുള്ളൊരു ചിന്ത പോലും അവിടെ ഉണ്ട്. അല്ല, ഞാൻ പറയട്ടെ, അതിനകത്തൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയം പണ്ട് മാധ്യമങ്ങളൊക്കെ ഈ കേരള കോൺഗ്രസിന്റെ നിലപാടിനെ വലിയ തരത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സാമൂഹ്യ വിഷയം ഉണ്ടായാലും സ്വാഭാവികമായിട്ടും KM മാണിയുടെ ഈ വിഷയത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ത്വര മാധ്യമങ്ങളുണ്ടായത്. പക്ഷെ അവിടെയാണ് ഇതിനൊരു തരം അപ്രസക്തി ഉണ്ടായിപ്പോയത്. ഇപ്പൊ ജോസ് കെ മാണി എന്ന് പറയുന്ന പാർട്ടി KM മാണി സാർ ഇരുന്ന അതേ പോസ്റ്റിലാണ് ജോസ് കെ മാണി ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം എത്രത്തോളം ഒരു മാധ്യമ കവറേജ് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായിട്ട് അവർ മാറുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യം സംശയമുണ്ട്. പക്ഷെ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വോട്ട് ബാങ്ക് ആണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുള്ളൊരു വോട്ട് ബാങ്കാണ്. മധ്യ തിരുവിതാംകൂറിൽ കൃത്യമായ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പം അതിനെ ഏത് വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രണ്ട് മുന്നണികളും
ആലോചിക്കുന്നുണ്ട്, നല്ലതുപോലെ ആലോചിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, വിസ്മയങ്ങൾക്ക് വേണ്ടി നമുക്ക് നോക്കിയിരിക്കാം. ഇപ്പം ചർച്ചകൾ നടക്കട്ടെ. ചെറിയ ചെറിയ പാർട്ടികളുണ്ടല്ലോ, ചെറിയ ചെറിയ പാർട്ടി, ഇപ്പം ജനതാദളിനെ പോലുള്ളവർക്ക് ഉള്ള അതിർത്തികളുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. ഇപ്പം UDF-നകത്ത് ഇപ്പം RSP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സീറ്റുകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ആരംഭിച്ചു. ഇപ്പൊ അങ്ങനെ പല തർക്കങ്ങളും പല സ്പൈസി വാർത്തകളും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ 2-3 മാസം. അതുകൊണ്ട് നമുക്ക് ഭയങ്കര രസകരമായിരിക്കും. ഒരുപാട് വാർത്തകൾ, ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടായി. പലയിടത്തും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നു എന്ന് പറയുന്നു. ഉദ്യോഗസ്ഥർ, സിനിമാ നടന്മാർ എന്നൊക്കെയുള്ള ആളുകളിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യതകൾ പോകുന്നു. അല്ല, ഈ സിനിമാ നടന്മാരുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തത്, കേരളത്തിൽ അത്രയുണ്ട് സിനിമാ നടന്മാരെ വെച്ച് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നല്ല, എന്നാലും വളരെ കുറവാണ്. അതെങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇനി ഇതിനു മുന്നേ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ കുടുംബപരമായിട്ട്, അല്ലെ, കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളാണ് അവർ രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അല്ലാതെയുള്ള രാഷ്ട്രീയത്തിലേക്കുള്ള സിനിമാ നടന്മാരുടെ പ്രവേശനം കേരളത്തിൽ അത്ര നല്ലതായിരുന്നില്ല. വലിയ നിലപാടുള്ള മുരളിയെ പോലുള്ള ആളുകൾ പോലും കൃത്യമായ രാഷ്ട്രീയമൊക്കെയുള്ള വളരെ പക്വമായുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. അദ്ദേഹത്തെ പോലും എന്താണ് ഒരു തരത്തിലും എത്തിക്കാനുള്ള ഇത് കേരള സമൂഹം കാണിച്ചിട്ടില്ല. അതിനകത്ത് എനിക്കൊന്ന് ഇന്നസെന്റ് ഒക്കെ മാത്രമേ ഉള്ളൂ അതിലൊക്കെ കുറച്ചുകൂടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയും ചെയ്തു സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെ ഒരു കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ പോലെ അത്തരം ഒരു ഫെയിമിലോ അത്തരം കാര്യങ്ങളിലൊന്നും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ധർമ്മജൻ പോൾ കാട്ടിയെ മത്സരിച്ച് നമ്മൾ കാണാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമായിരിക്കും കരുതുന്ന പിഷാരടി വരുന്നുണ്ട്. പക്ഷെ ഈ ഉദാഹരണത്തിന് പിഷാരയുടെ കാര്യം തന്നെയാണ്, പിഷാരടിക്ക് തന്നെ ഒരു വ്യക്തതയില്ല. ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിഷാരയുടെ നിലപാട് എന്താണെന്നൊക്കെ സംബന്ധിച്ച്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം നിൽക്കുമ്പോഴേക്കും അതിനെ എത്രത്തോളം ആയിരിക്കും ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. പിന്നെ UDF-നകത്താണെങ്കിൽ സീറ്റുകൾ വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ മുന്നണി സമവാക്യത്തിനകത്തേക്ക് വരുമ്പോഴത്തേക്കും എണ്ണം തയ്ക്കാനായിട്ടൊക്കെ സീറ്റ് കൊടുക്കുമല്ലോ. ഒരു പാർട്ടിക്ക് ഇത്ര സീറ്റ് കൊടുക്കണം, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കുറെ സീറ്റും കൊടുക്കും. അത് മാറിയിട്ട് വിജയസാധ്യത എന്ന് പറയുന്ന ഒരു മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഇപ്പം ലീഗിന്റെ നിന്ന് കോൺഗ്രസ് സീറ്റ് വെച്ച് മാറുന്നു, ലീഗിന് പിടിപാടുള്ള ഏരിയയിലേക്ക് അങ്ങോട്ടേക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ ചർച്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്ത് നമ്മുടെ SC വേണുഗോപാലുമായി ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഒറ്റ മാനദണ്ഡം വിജയസാധ്യത എന്ന് പറയുന്നൊരു എല്ലാ മുന്നണികളും, ഞാനതാ പറഞ്ഞു വരുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിജയ സാധ്യതയെ വെച്ച് സീറ്റുകൾ തീരുമാനിക്കട്ടെ, പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, കുറച്ച് വിസ്മയങ്ങളൊക്കെ നടക്കട്ടെ. വിസ്മയം ഉണ്ടായല്ലോ. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയം ഉണ്ടായത് CPM-ലാണ്. കാരണം 2 ടേം എന്നുള്ള മാനദണ്ഡം അവര് ഇളവ് നൽകി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മുടെ ശ്രീരാമകൃഷ്ണനെ പോലെ സ്പീക്കർ ആയിരുന്ന ആള് തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള സീനിയർ നേതാക്കൾ മാറി നിന്നത് ആ ഒരു 2 ടേം എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രശ്നത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തേക്ക് അത് മാറുന്നു. അത് കുറച്ചുകൂടെ വൈഡായിട്ട് ഒരു വിജയ സാധ്യത എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് മാത്രമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറി എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എനിവേ നമുക്ക് നോക്കാല്ലേ, 2026 നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷെ. ഇലക്ഷന്റെ സമയമാകുമ്പോ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒരു പക്ഷെ മൊത്തത്തിൽ മറിയാനുള്ള സാധ്യതയും ഉണ്ട്. 2-3 മാസത്തിനുള്ളിൽ നോക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കട്ടെ. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന UDF ക്യാമ്പിലാണെന്ന് തോന്നുന്നു. അപ്പം അത് സജീവമായിട്ട് നടക്കട്ടെ, നമുക്ക് നോക്കാം എന്തായാലും സംഭവിക്കണം. അപ്പോൾ തുടർന്ന് ഇതിനെ ഓരോ രാഷ്ട്രീയ ആഴ്ചയിലും ഒക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായിട്ടുള്ള പ്രതികരണങ്ങളും വിക്ഷേപണങ്ങളും ഒക്കെ ഇവിടെ നിലവിലുണ്ടാകും. ഓക്കെ, കാണാം. നന്ദി.